ഡാഡ്, അവിടെ ചെന്നിട്ട് ആ പ്രോജക്റ്റിന്റെ കാര്യം ഇടം വരെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാ. ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ദേ തുടങ്ങി. പിന്നെ രണ്ടാളും കൂടി ബിസിനസ് കാര്യം പറയാ. ഞാനിപ്പോ ഇവിടുന്ന് പോവാ. ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് എനിക്ക് പ്രാന്താകും. ചക്കിമോളെ, ചക്കി ചക്കി അരുണിമേ, വീട്ടിൽ വേറെ വല്ല പൂജ നടത്തിയായിരുന്നോ? ഇന്നലെ ഭാർഗവ പണിക്കർ അമ്പലത്തിലേക്ക് വിളിപ്പിച്ചിരുന്നു. അല്ല, ആ പൂജയുടെ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞ്? പണിക്കര് നിങ്ങളെ മറ്റും അങ്ങോട്ട് വിളിച്ചിരുന്നോ? എല്ലാരെങ്കിലും പറഞ്ഞു തന്നെ അറിയണമെന്നില്ലല്ലോ. പലതും കണ്ടു മനസ്സിലാക്കാനുള്ള പ്രായമായില്ലടി എനിക്ക്. ഒരു പൂജ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ ഇതിന്റെ കൈ കെട്ടിയിരിക്കുന്ന കങ്കണം കണ്ടാ മതിയല്ലോ. ഓ, ഇതാണോ? ഇതെന്തിനാ ഞാൻ ഉറങ്ങിയ ശേഷം മോമന്റെ കൈ കൊണ്ട് കെട്ടിയതാ. അയ്യോ എടാ, ഇത് ഞാൻ കെട്ടിയതൊന്നുമല്ല. മോം, അപ്പൊ ഇത് മോം കെട്ടിയതല്ല. അയ്യോ, എല്ലാവരുടെയും നോട്ടപ്പ് അതിലേക്കായല്ലോ. മോം, ഇത് മോം കെട്ടിയതല്ലെങ്കിൽ പിന്നെ വേറെ ആര് കെട്ടാനാ? മഞ്ജരി, നീങ്ങാനോട് കെട്ടിയത്? ഞാനൊരു അമ്പലവാസിയല്ലെന്ന് നിനക്കറിയാലോ. പിന്നല്ലേ ഇതൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നേ. ചെറിയമ്മേങ്ങാനും. ഞാനത് നീ പറയുമ്പോഴാടാ ശ്രദ്ധിക്കുന്നത് പോലും. ആരാ അത് കെട്ടിത്തന്നെന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇന്നലെ രാത്രി എന്നെ പറഞ്ഞല്ലേ, കറണ്ട് പോയപ്പോ ആരോ നമ്മുടെ വീട്ടിൽ ചാടി കയറിയിട്ടുണ്ടെന്ന്. ചിലപ്പോ ഇതാ വന്ന് കേറിയിട്ട് പോയവര് ചെയ്തതാണെങ്കിലോ? ആരാ വന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് പറയാൻ അറിയില്ല. ഇത് നല്ലതിന് കെട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല, വല്ല കൂടോത്രം ആണെങ്കിലോ? ചക്കി, മോൾ എന്തെടുക്കുക? സ്കൂളിൽ പോവാൻ വേണ്ടി റെഡിയാവാണോ? അതെ ചെറിയച്ചാ. മോൾ എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്തു തരുമോ? അത് ശരി, മുതുക്കന് വേറെ ഒരു പണിയില്ല. കുഞ്ഞു പിള്ളേരോടാണോ വന്ന് ഹെൽപ്പൊക്കെ ചോദിക്കുക? ചിലതൊക്കെ അങ്ങനെയാ മോളെ. പ്രായ വ്യത്യാസം നോക്കിയിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് ഡാ ചക്കി മോളു. പ്ലീസ് ഒന്നും വേണ്ട. എന്താ ചെയ്യണ്ടേ? നിന്റെ അച്ഛന്റെ കയ്യിൽ കെട്ടിയ കങ്കണല്ലേ, അത് നീയാ കെട്ടിയതെന്ന് പറയണം. ഒരു ചെറിയ നുണ. അത് ശരി, അത് ഞാനാ കെട്ടിക്കൊടുത്തത്. ഞാൻ നോണ പറയണോന്നോ? നോണ പറയുന്നത് തെറ്റാന്ന് ചെറിയച്ഛൻ തന്നെയല്ലേ എന്നോട് പറയാറ്. ചില നുണകൾ പറയുന്നത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല മോളെ. പോ ചെറിയച്ഛ. ചെറിയച്ഛൻ മാറ്റി മാറ്റി പറയാ. നോണ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ആദ്യം അത് പറഞ്ഞേ. പറ്റുന്നിടത്തോളം നമ്മൾ നുണയൊന്നും പറയാൻ പാടില്ല. പക്ഷെ ചില നുണകൾ കൊണ്ട് നല്ലത് നടക്കുകയാണെങ്കിൽ അത് പറയാം മോളെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന നുണ കാരണം നല്ലതാണോ സംഭവിക്കാൻ പോന്നേ? അതെ ചക്കി മോളെ, നല്ലത് നടക്കുന്നത് മോൾക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പൊ നീ ആ നുണ പറഞ്ഞേ പറ്റൂ. ശരി, വാ ഞാൻ പറയാം. വാ, വാ, വാ. ഞാൻ പറയാം. എന്താ ചെറിയച്ചാ? കങ്കണ നീയാ കെട്ടിക്കൊടുത്തെന്ന് നമുക്ക് നുണ പറയാം, അതുവരെ ഓക്കെ. പക്ഷെ നിനക്കത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നീ എന്തെന്നാ പറയാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെറിയച്ഛൻ പൊയ്ക്കോ, ഞാൻ പുറകെ വന്നോളാം. പൊയ്ക്കോ ചെറിയച്ചാ. ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നവള് വല്ല ദുർമന്ത്രവാദിനിയാണോ ഇനി ആരെങ്കിലും പറഞ്ഞു വിട്ട് വന്നതാണോന്ന് ആർക്കറിയാം. ഇന്നലെ ഞാനത് പറഞ്ഞപ്പോ ആരും വില വെച്ചില്ല. ഇനിയിപ്പോ ഇത് കെട്ടിയതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാണവോ നടക്കാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ ഉറവിടം ഏതെന്ന് കണ്ടുപിടിക്കുന്നേ നല്ലത്.
അതല്ല ചെറിയമേ, ഇനി വന്നത് വല്ല മോഷ്ടാവുകയാണെങ്കിൽ കൈ കിട്ടിയത് കൊണ്ട് അവൻ സ്ഥലം വിടില്ലായിരുന്നോ? അല്ലാതെ എങ്ങനെ മോതിരവും കങ്കണവും ഒക്കെ അണിയിക്കാൻ നിൽക്കൂ? അങ്ങനെയാണെങ്കിൽ ഏത് മഹതിയോ നിന്റെ കയ്യിൽ ഇത് കെട്ടിത്തന്നത്? ഞാനാണ് ആ മഹതി. അച്ഛന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുത്ത ചക്കിമോളാ. ആണോ മോളെ? അത് ശരി, നീയാണോ അത്? അതെ മഞ്ജിരി. അതിന് നീ എന്നെക്കാളും മുമ്പേ കിടന്നുറങ്ങിയതല്ലേ, പിന്നെങ്ങനെയാ നീ ഇതെന്റെ കൈ കെട്ടിയത്? അച്ഛൻ ഉറങ്ങിയ ശേഷം എനിക്ക് ഓർമ്മ വന്നേ. ഉടനെ എഴുന്നേറ്റ് അത് അച്ഛന്റെ കയ്യിൽ കെട്ടി തന്നു. എങ്കിൽ നിനക്ക് എവിടെന്നാ അത് കിട്ടിയത്? ആരാ അത് തന്നത്? എന്തിനാ തന്നത്? ചിക്കു എനിക്ക് തന്നത്. ചിക്കു എന്തിനാ നിനക്കിത് തരുന്നേ? ഇത് കൈ കെട്ടിയാ നല്ലത് നടക്കുമെന്നും പറഞ്ഞ് അവന്റെ അമ്മ അവന് കൊടുത്തതാ. അത് ചിക്കു എനിക്ക് തന്നപ്പോ ഞാൻ അതെന്റെ അച്ഛന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. നിനക്ക് കെട്ടാൻ അവൻ തന്നത് നീ എന്തിനാ അവന്റെ കൈ കെട്ടിക്കൊടുത്ത്? എന്റെ അച്ഛന് നല്ലത് നടക്കാൻ വേണ്ടി. അപ്പൊ എനിക്കും നല്ലത് നടന്ന പോലെയല്ലേ? എന്താ പ്രിയമ്പതേ, ഇതൊക്കെ വലിയ കാര്യാണോ? എന്റെ ചക്കരയടി നീ. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ സംശയം മാറിയോ? അതോ ഇനിയും വല്ല ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോട്ടോ. നീയാണിത് കെട്ടിയതെങ്കിൽ കാര്യത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മാം, ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ജയേട്ടാ, യാത്ര കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്. ശരി. ചക്കിമോൾ എഴുന്നേക്കെ, സ്കൂളിൽ പോണ്ടേ? എനിക്ക് രക്ഷപ്പെട്ടു. ചക്കിയാള് മെടുക്കിയാണല്ലോ. എന്ത് സിമ്പിളായിട്ട് തീർത്തെ. അല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ പുകിലായനെ. മിഥുനേട്ടന്റെ കൂടെയുള്ള ആ കുട്ടി ആരായിരിക്കും അവള്? മിഥുനേട്ടൻ മറ്റാരെയും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു കുട്ടി ജനിക്കാനുള്ള ചാൻസും ഇല്ല. അമ്മേ, ഞാൻ റെഡിയായി കഴിഞ്ഞുട്ടോ. അമ്മ ഒന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യോ? ഇന്നലെ മൊത്തം അമ്മേന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്ന് അമ്മ തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം. ചിക്കു, അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതിരുന്നത്. അമ്മ ഇന്നലെ ഓഫീസിലേക്ക് പോലും വന്നിട്ടില്ല. അത്രയ്ക്ക് ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. നമ്മുടെ ജോലികളെല്ലാം നമ്മൾ തന്നെത്താനെ ചെയ്ത് ശീലിക്കണം. അയ്യോ സോറി അർജുൻ, ഇന്ന് ഞാൻ എന്ത് വന്നാലും ഓഫീസിൽ വന്നോളാം. ഞാൻ ചുമ്മാ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തൻ്റെ അത്യാവശ്യ കാര്യങ്ങളുടെയൊക്കെ തിരക്ക് കഴിയട്ടെ. ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെയൊന്നും പറയല്ലേ അർജുൻ, ഇന്ന് ഞാൻ എന്തായാലും വന്നോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മേഘ. പോകുന്ന വഴിക്ക് ചിക്കുനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകാം. താനെന്തൊന്നും പറയാത്തത്? ചിക്കുനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് എത്തിക്കോളാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്കൂളിന്റെ മുമ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോട്ടെ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ അർജുൻ. ശരി. എന്നാ മേഘ റെഡിയാവ്. ഇതൊരു അർജന്റ് കോളാ, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അമ്മേ, ഞാൻ എന്റെ ബാഗിൽ ബുക്സ് ഒക്കെ എടുത്തു വെച്ചോട്ടെ? ഹലോ ചേച്ചി,
കാലത്തോട്ട് ട്രൈ ചെയ്തിട്ട് ചേച്ചിയുടെ ഫോണ് കിട്ടുന്നില്ലായിരുന്നു. രാത്രി എന്താ സംഭവിച്ചേ? മിഥുനേട്ടന് ഭസ്മം ചാർത്തി കൊടുത്തോ? കങ്കണം കെട്ടിക്കൊടുത്തോ? എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്നു ചാരു. അതെന്തിനാ ചേച്ചി ഡല്ലായിട്ട് പറയുന്നേ? ഞാൻ മിഥുനേട്ടനെ ഭസ്മം ചാർത്താൻ വീട്ടിലേക്ക് പോയിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ പുതിയൊരു സംശയം കൂടി തുടങ്ങിയിരിക്കുന്നു ചാരു. എന്താ ചേച്ചി അത്? മിഥുനേട്ടനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയെ ഞാൻ കണ്ടായിരുന്നു. ആ പെൺകുട്ടി ഏതാ? അത് ശരി, ആ കുട്ടി ആരാന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? അതെനിക്കിങ്ങനെ അറിയാനാ ചാരു. ആരുടെ മോളാ അത്? എന്തിനാ മിഥുനേട്ടന്റെ വീട്ടിൽ കഴിയുന്നേ? മിഥുനേട്ടനെയും കെട്ടിപ്പിടിച്ചാണല്ലോ അവള് കിടന്നുറങ്ങുന്നേ. ചേച്ചി, ആ പെൺകുട്ടി ആരാന്ന് ചേച്ചിക്ക് അറിയാന്നാ ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നേ. എന്നെ ഇത്രയേറെ ഫോളോ ചെയ്ത് മിഥുനേട്ടന്റെ സകല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ മിഥുനേട്ടന്റെ വീട്ടിലുള്ള ആ കൊച്ചു പെൺകുട്ടി ആരാണെന്ന് ചേച്ചിക്ക് അറിയില്ലെന്നോ? മേഘ, ചിക്കു, നിങ്ങൾ റെഡിയാണോ? ചാരു, ഞാൻ ചിക്കുനെ സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങായിരുന്നു. നിന്നെ ഞാൻ അവിടെ വെച്ച് കാണാം, ഓക്കെ? ചേച്ചി, ചേച്ചി, ശ്ശേ. പിന്നെയും ചേച്ചിയുടെ കോള് റീച്ച് ആവുന്നില്ലല്ലോ. അതിശയായിരിക്കുന്നു. ചേച്ചിക്ക് ചക്കി ആരാണെന്ന് അറിയില്ല പോലും. ചക്കിയും ചിക്കു ആണെങ്കിൽ കണ്ട നാള് മുതൽ ഫ്രണ്ട്സാ. ചക്കി ഏതു നേരവും ചിക്കുന്റെ വീട്ടിലേക്ക് പോവാറുമുണ്ട്. ചിക്കു ആണെങ്കിൽ ചക്കിയുടെ കൂടെ ഇവിടേക്കും വരാറുണ്ട്. എന്നിട്ടും എങ്ങനെയാ ചക്കിയുടെ കാര്യത്തെക്കുറിച്ച് ചേച്ചിക്ക് മാത്രം അറിയാതെ പോയത്? മേഘ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങ അർജുൻ. അല്ല, ചിക്കു ഇവിടെ? ഞാൻ എപ്പോഴും റെഡിയാ പപ്പ. എന്നാ നടക്ക്. ആന്റി, ഇതെന്താ അനന്തതയിലേക്ക് കണ്ണു നട്ടോണ്ട്? ഇന്നലത്തെ കാര്യം ഓർക്കുമായിരുന്നു. ആ സീൻ ഇപ്പോഴും എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട് മഞ്ജരി. ഇരുട്ടത്ത് ആരോ വീട്ടിലേക്ക് കടന്നിരുന്നു. ആരില്ലെന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. ശരിയാണ് ആന്റി, ആന്റിയുടെ സംശയത്തിൽ കാര്യമുണ്ട്. ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു. അതാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? നീ എങ്ങനെയാ ആളെ കണ്ടുപിടിച്ചത്? അത് ഞാൻ പറയാം. അത് മറ്റാരും ആയിരുന്നില്ല, മേഘനയായിരുന്നു. മേഘന എങ്ങനെ ഇങ്ങോട്ട് വരാനാ? വന്നിരുന്നു ആന്റി. ഇന്നലെ വന്നത് മേഘന തന്നെയായിരുന്നു. മിഥുന്റെ കയ്യിൽ ആ കങ്കണം കെട്ടിക്കൊടുത്തതും മേഘന തന്നെയാ. അത് ചക്കിയ കെട്ടിയെന്ന് അവള് പറഞ്ഞതല്ലേ? ആ പെണ്ണ് വെറുതെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ ഈ സംശയം എന്നാ ഒന്ന് തീരുക? സംശയമല്ല ആന്റി, ചക്കിയെ കൊണ്ട് മറ്റാരോ നുണ പറയിപ്പിച്ചായിരിക്കും. ഇന്നലെ രാത്രിയില് മിഥുൻ കിടക്കാൻ വേണ്ടി പോകും മുമ്പ് ഞാൻ അവനെ കണ്ട് സംസാരിച്ചിരുന്നതാ. അപ്പോഴൊന്നും അവന്റെ കയ്യിൽ അങ്ങനെ ഒരു കങ്കണം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മിഥുനേക്കാളും മുമ്പേ ചക്കി കിടന്നുറങ്ങിയതുവാ. അതിനർത്ഥം രാത്രി മറ്റാരോ അകത്ത് കിടന്ന് അവന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുത്തു എന്നല്ലേ? അത് വീട്ടിലുള്ള ആരും അല്ലാതാവുമ്പോ മറ്റാരെയാ നമുക്ക് സംശയിക്കാൻ പറ്റും? ആ മറ്റോ ആരോ മേഘനയായിരിക്കുന്ന നീ എന്തിനാ കരുതുന്നേ? എനിക്ക് തന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാ മേഘന മിഥുനുമായിട്ട് അടുക്കാതിരിക്കുന്നത്. പക്ഷേ മിഥുന്റെ ജാതകത്തിൽ വീണ്ടും ദോഷം ഉണ്ടായപ്പോ അവനെ രക്ഷിക്കാൻ അവൾ വീണ്ടും വന്നിരിക്കുക. മിഥുനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മേഘന എന്തൊക്കെയോ പൂജകളും നടത്തുന്നുണ്ട്. മനമുരുകി അകന്ന് കഴിയുകയാണെങ്കിലും സ്വന്തം കടമകൾ പൂർത്തീകരിക്കാനുള്ള ആവേശത്തിൽ ഓരോ ക്ഷണവും അവൾ ഈ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ മെനക്കെട്ടിറങ്ങിയ സാവിത്രിയെ പോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ വെറുതെ ഓരോന്ന് കടന്ന് ചിന്തിക്കുകയാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. വെറുതെ കാറ്റത്ത് ഓരോന്ന് ഊഹിച്ചെടുത്തതിന് ശേഷം നീ മെനഞ്ഞെടുത്ത കഥ. കഥയാണെങ്കിലും ഇത് സത്യമായ കഥയാ. കാര്യം നിസാരം, സംഭവം എളുപ്പം. കല്ലും നെല്ലും തിരിഞ്ഞു കഴിഞ്ഞു.
അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുമെന്നോ പണിക്കര് പറഞ്ഞിട്ടും മിഥുൻ രക്ഷപ്പെടുന്നോ എങ്ങനെയാ? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവളാ മേഘന. അവളുടെ ഗൂഢതന്ത്രം കാരണമാ മിഥുനോട് ഒരു അപകടവും അടുക്കാതിരിക്കുന്നത്. ശരി മഞ്ജരി, നീ പറഞ്ഞതുപോലെ മേഘന ജീവനോടെ ഉണ്ടെന്ന് കരുതാം. എന്തായാലും നിനക്ക് സത്യം ചെയ്തു തന്നുകൊണ്ട് തിരിച്ചു വരികയില്ല. അങ്ങനെയാവുമ്പോ മേഘനയെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ തല പുണ്ണാക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര നിസ്സാരായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന സാധനമാണോ അവള്? ഇന്നലത്തെ പോലെ ആ തെരുവിലെ രാജകുമാരി വീണ്ടും ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങളും കണ്ടെത്തിക്കൊണ്ട് മിഥുന്റെ അടുത്തേക്ക് വന്നാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങാനും മിഥുന്റെ കണ്ണിപ്പെട്ട അത് മതി എല്ലാം തകിടമറിയാൻ. മേഘനയെ പിടിച്ചു നിർത്തി മിഥുൻ ചോദ്യം ചെയ്യും. എന്തിനാണ് നീ പോയത്, എവിടേക്കാണ് നീ പോയത് എന്ന് അരിച്ചു പെറുക്കി ചോദിക്കും. അതോടെ എന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും. പിന്നെ മിഥുനെ കല്യാണം കഴിക്കുന്നത് പോയിട്ട് കൺവെട്ടത്തിന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടപ്പെടാത്ത അവസ്ഥയെത്തും. എന്നാ പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആ മേഘന എങ്ങനെയെങ്കിലും മിഥുന്റെ കൺവെട്ടത്ത് എത്തും മുമ്പ് മിഥുനുമായിട്ടുള്ള എന്റെ കല്യാണം കഴിഞ്ഞിരിക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ വിവേകിന്റെ കല്യാണത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തം കുറച്ചുകൂടി ഒന്ന് നേരത്തെയാക്കേണ്ടി വരും. ആന്റി അവന്റെ പെണ്ണിന്റെ വീട്ടുകാരെ വിളിപ്പിക്ക്, മുഹൂർത്തം കുറച്ചുകൂടെ നേരത്തെയാക്ക്. ഞാൻ നോക്കട്ടെ മഞ്ജരി, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. നിന്റെ സംശയം ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നീ അത് വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യാം. Okay? താങ്ക് യു സോ മച്ച് ആന്റി. അച്ഛൻ എന്തിനാ എന്റെ കൂടെ വരുന്ന? പോയിക്കോ. ദേ അല്ലെങ്കിൽ തന്നെ നിന്റെ കാല് വേണ്ടിരിക്കുക. അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ലല്ലോ, അതുകൊണ്ടാ. മാത്രമല്ല പ്രത്യേകം നോക്കണമെന്ന് നിന്റെ ടീച്ചറോട് പറയാൻ വേണം. വാ. ചാരു, എന്താ മിഥുനേട്ടാ? ചക്കയുടെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല. മാത്രമല്ല അവൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അങ്ങനെ പോയി ആ മുറിവ് പഴുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒന്ന് പ്രത്യേകം നോക്കണേ. ശരി ഏട്ടാ, ഞാൻ നോക്കിക്കോളാം ഇവള്. പിന്നെ അച്ഛൻ പറഞ്ഞൊന്ന് കരുതി മിസ് ഓക്കെ പറയാ? ഒന്ന് പോ മിസ്സേ. എന്നെ കുറിച്ച് മിസ്സിന് അറിയാലോ. എന്റെ മുട്ട് വയ്യാണ്ടിരിക്കാന്ന് എനിക്കറിയാം. അത് നിന്റെ യഥാർത്ഥ രൂപം മിസ് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കറിയാലോ. നിനക്കങ്ങനെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉണ്ടോ? എന്റെ കൺവെട്ടത്തിൽ ഒന്നൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും. ചേച്ചി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞല്ലേ? ചേച്ചി ഇപ്പൊ വന്നാ മിഥുനേട്ടൻ ചേച്ചിയെ കാണും. അങ്ങനെ സംഭവിച്ചാ ഈ സ്കൂളിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവും. ചേച്ചി എത്തും മുമ്പ് മിഥുനേട്ടനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ചാരു, എന്തു പറ്റി? എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മിഥുനേട്ടാ. മിഥുനേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ചക്കിയെ നോക്കാൻ ഞാനുണ്ടല്ലോ. അതൊന്നുമല്ല ചാരു, നിന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്. അയ്യോ ഒന്നുമില്ല ഏട്ടാ, ഞാൻ ക്ലാസ്സിലെ കാര്യങ്ങൾ ചിന്തിച്ചതാ. ബൈ പപ്പ. ഈവനിങ്ങിൽ എന്നെ പിക്ക് ചെയ്യാൻ വരുമോ? ഞാൻ വരാജിക്കോ, സൂക്ഷിച്ചു പോ. മേഘ, എന്തോ ജോലി തീർക്കാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, പോയിട്ട് വാ. അത് ചെയ്തു തീർക്കാൻ കുറച്ച് സമയം എടുക്കും അർജുൻ. അതുവരെ ഇവിടെ നിന്ന് മുഷിയൊന്നും വേണ്ട. അർജുൻ പോയിക്കോ. ചിക്കു വാ മോനെ. മേഘയ്ക്ക് എന്തോ മൊത്തത്തിലൊരു മാറ്റം. അതോ എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കും. മേഘ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾ എന്നോട് വിളിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മാത്രമുള്ള ഒരു അടുപ്പം അവൾക്ക് എന്നോട് തോന്നിയിട്ടില്ല എന്നതല്ല എൻ്റെ അർത്ഥം. പക്ഷെ കണ്ട നാൾ മുതൽ ഇന്നേ വരെ അവളുടെ ഒരു കാര്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. മേഘയുടെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും? ആരായിട്ടായിരിക്കും മേഘ എന്നെ കാണുന്നത്? മേഘയുടെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. ഇതെന്താ ചിക്കുന് ഇതുവരെ കാണാത്തെ?